അപ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളിലൊക്കെ ഇഷ്ടം ചുമ്മാ കഴിക്കാനാണ്. ചുമ്മാ ഇതിനകത്തെ മാങ്ങയൊക്കെ പെറുക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഹായ് ഗൈസ്, അതെ ഞാൻ വീണ്ടും വന്നു കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി. മാമ്പഴം വെച്ചിട്ടേ അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ പുതിയ ചാനലിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ഇത് കറയായതാണ് കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇത് ചെത്തിയിട്ട് നമുക്കിതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് വേണം, വേണ്ട നല്ല കളറാണേ. ഈ നാട്ടുമാങ്ങ വെച്ചിട്ടാണ് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത്, അതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞിട്ട് വരാം കേട്ടോ. വേണ്ട, എൻ്റെ പഴയ ചാനലിൽ ഞാൻ മാമ്പഴ പുളിശ്ശേരിയുടെ 1-2 വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുതിയ ചാനലിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, മാങ്ങയുടെ തൊലിയെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മാങ്ങയാണ് കേട്ടോ, നല്ല മണമാണേ. ഇത് കണ്ടോ, ചിലത് ഇതിനകത്ത് വേറെ കളർ മാങ്ങയുണ്ട്, 2 തരം മാങ്ങയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഒരു 11 മാങ്ങയുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാൻ നല്ല അടിപൊളി ഒരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അതിൻ്റെ തൊലിയെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ റിമൂവ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുവാണേ. 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ 2 പച്ചമുളക് നമുക്ക് കീറിയിട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇച്ചിരി ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ ഇവിടെ ഏറെ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് തേങ്ങ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. അത്രയും മതി. പിന്നെ ഒരു 2 ചുവന്നുള്ളിയും 1 കുഞ്ഞ് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുവാണേ. പിന്നെ നമുക്ക് വേണ്ടത് ജീരകം, ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നമുക്ക് ഒരു തുള്ളി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല മഷി പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പം ഞാനിത് നമ്മുടെ മാമ്പഴമൊക്കെ ഇതേപോലെ സ്റ്റവിൽ വെച്ച് വേവിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കുറുകി വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ മാമ്പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുവാണേ. അപ്പം ഞാൻ തേങ്ങ അരച്ചത്, തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ചില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാവേ. ഉപ്പും മധുരവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൈര് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക അതിലേക്ക്. 1 കപ്പ് തൈരാണ്. കുറച്ച് ലൂസായ പോലെ ഇരിപ്പുണ്ട്. ചട്ടിയിലായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് കുറുകി വരുമായിരിക്കും. നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കടുക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്.
അപ്പം നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ആ മാങ്ങയൊക്കെ ഇങ്ങനെ ചപ്പി കഴിക്കാൻ നല്ലതാണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. താങ്ക്